ഹലോ പ്രിയപ്പെട്ട കുട്ടികളെ, ഷാഡോ ബ്രോഡ്കാസ്റ്റിന്റെ കെമിസ്ട്രി ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞൊക്കെ എല്ലാവരും പഠിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്ക് അടുത്ത സെറ്റിലേക്ക് പോവാം. നമ്മൾ ലാസ്റ്റ് പറഞ്ഞ ലാസ്റ്റ് പറഞ്ഞ എലമെന്റ് ഏതായിരുന്നു ലാസ്റ്റ്? ഓർമ്മണ്ട? പഠിച്ചത് നോക്കി ഓർമ്മണ്ട? ഏതാ ഞാൻ പറഞ്ഞ ലാസ്റ്റ്? നോക്കാം. സ്കാൻഡിയം പറഞ്ഞു, ടൈറ്റാനിയം പറഞ്ഞു, അടുത്തേതാ? വനേഡിയം. വനേഡിയത്തിന്റെ അറ്റോമിക് നമ്പർ എത്തുന്നത് ഒന്ന് പറഞ്ഞ. വനേഡിയത്തിന്റെ അറ്റോമിക് നമ്പർ എത്രയാ? 23 ഓർമ്മ ഉണ്ടല്ലേ? ആഹാ, ഇവിടെ നോക്കാം. എല്ലാവരും ശ്രദ്ധിക്കട്ടാ. നമുക്കൊന്ന് സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ പോവല്ലേ? നോക്കോളൂ, ഞാനൊന്ന് എഴുതാം. എന്റെ ഒപ്പം എല്ലാവരും ഉഷാറായിട്ട് എഴുതിയേ. 1s2. യെസ്. അടുത്ത 2s2. ഓക്കെ. അടുത്തതാ 2p6. ഓക്കെ, പറഞ്ഞോ, ഒപ്പം പറഞ്ഞോട്ടാ. നോക്കിയാ 3s2. കറക്റ്റ്. അടുത്ത 3p6 അല്ലേ? പിന്നെന്താ എഴുതിയേ? പിന്നെ ഞാൻ ഇലക്ട്രോൺ എങ്ങനെ പോവുക? 4s2 അല്ലേ? ഇനി ബാക്കി എത്ര ഇലക്ട്രോൺ നോക്കിയേ? 2 2 4. പറഞ്ഞോ, ഒപ്പം കൂട്ടി നോക്ക്. 4 6 10, 10 2 12, 12 6 18, 18 2 20 ഇവിടെ മൊത്തത്തെ 23 അല്ലേ? ഫോറസ്റ്റ് കഴിഞ്ഞ ഇലക്ട്രോൺ ഉണ്ടാവുക 3D അല്ലേ? 3d3. ഓക്കെ അല്ലേ? അപ്പൊ 23. ഞാൻ പറഞ്ഞു ഇങ്ങനെയാണ് പഴയ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടാവുന്നത്. പുതിയ ടെക്സ്റ്റ് ബുക്കിൽ എങ്ങനെ ഉണ്ടാവുക നോക്കിയേ? 1s2. ഓക്കെ, റെഡി. 2s2, 2p6, 3s2. പറഞ്ഞോ, എല്ലാവരും പറയും 3p6. 3p6 കഴിഞ്ഞാൽ ഞാൻ എന്ത് എഴുതാനാ പറയണത്? ഒരു ഡാഷ് ഇടാൻ പറഞ്ഞു അല്ലേ? യെസ്, ഡാഷ് ഇട്ടു. എങ്ങടാ പോയേ? 4s2. എന്താ എഴുതി? ബാക്കിയുള്ള ഭാഗത്ത് 3d3 കണ്ടാ? ശരിയല്ലേ? പിന്നെ ഞാൻ എന്ത് പറഞ്ഞു? അടുത്ത സെറ്റിൽ ഞാൻ എന്താ പറഞ്ഞേ? ഇതൊക്കെ മാറ്റിയിട്ട് പിന്നെ ഞാൻ പറഞ്ഞു എന്താ? നോബിൾ ഗ്യാസിന്റെ സഹായത്താൽ നമുക്ക് ഇങ്ങനെ എഴുതാം. ഓക്കെ, എങ്ങനെ നോബിൾ ഗ്യാസിന്റെ സഹായത്തിൽ എഴുതാം? ഇവിടെ നോക്കിയേ, ആർഗൺ. 23 തൊട്ട് താഴെ നോബിൾ ഗ്യാസ് ആണ് ആർഗൺ. 18 അല്ലേ? 18ഉം 5ഉം 23 കണ്ട? ഇത് ഇങ്ങനെ ചേർത്ത് എഴുതി 3d3 4s2. ഇവിടെ ഡാഷ് എഴുതണ്ട കേട്ടോ. അതിന് അടുത്ത വട്ടം എഴുതുമ്പോൾ നമുക്ക് ഈ ആദ്യത്തെ വശത്ത് എഴുതേണ്ട ആവശ്യമില്ല. ഇപ്പൊ നമ്മൾ പഠിച്ചു എങ്ങനെ എഴുതാന്ന് അല്ലേ? ഇലക്ട്രോൺ പോണത് എവിടെയാന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. അടുത്ത വട്ടം എഴുതുമ്പോൾ നമുക്ക് എന്തിന്റെ ആവശ്യമില്ല? ഇതേപോലെ തന്നെ നമുക്ക് എന്ത് ആവശ്യമില്ല? ഈ ആദ്യത്തെ സ്റ്റെപ്പ് ഇതിന് കട്ട് ചെയ്ത് കളയാം അല്ലേ? ഇത് വേണ്ട. ഈ രണ്ടാമത്തെ മൂന്നാമത്തെ സ്റ്റെപ്പുകൾ മാത്രമേ മതി. ഓക്കെ, നമുക്ക് 24 കൂടി എഴുതി നോക്കാം. അപ്പൊ 23 എല്ലാവരും എഴുതി, എല്ലാവർക്കും ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത പേജിലേക്ക് ഞാൻ പോവാണ്. എല്ലാവരും എഴുതിയെടുത്തില്ലേ? എല്ലാവരും ഓക്കെ അല്ലേ? എല്ലാവരും എഴുതിയെടുത്തില്ലേ? വേഗം എഴുതിയെടുക്കട്ടാ. നോക്കുക, അടുത്ത പേജിലേക്ക് ഞാൻ പോവാണ്. യെസ്, അടുത്ത എലമെന്റ് ആണ് ക്രോമിയം. അറ്റോമിക് നമ്പർ 24. ശ്രദ്ധിക്കൂ, ഇതൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ ക്രോമിയത്തിന്. പരീക്ഷയിൽ ഇപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ് ക്രോമിയത്തിന്റെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതാൻ, സബ്ഷെൽ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എഴുതാൻ എപ്പോഴും ചോദിക്കാറുണ്ട്. ഇവിടെ നോക്കൂ, ഞാൻ എഴുതി 1s2, 2s2, 2p6. എല്ലാവരും എൻ്റെ ഒപ്പം പറയാട്ടാ അല്ലെ? ഞാൻ മാത്രം പറഞ്ഞാൽ പോരാ, ഒപ്പം നിങ്ങളും പറയണം. ഓക്കെ, 3s2 കണ്ടോ? 3s2, 3p6 കണ്ടോ? അത് കഴിഞ്ഞ ആരാ വരിക? പറയാ 3p6 കഴിഞ്ഞ ആരാ വരിക? 3p6 കഴിഞ്ഞാൽ പറഞ്ഞു ആരാ വരിക? 4s2. ഇപ്പൊ ഇനി എത്ര ബാക്കിയുണ്ട്? 4 അല്ലേ? നോക്കിയേ, 2 2 4, 4 6 10, 10 2 12, 12 6 18, 18 2 20. ബാക്കി എത്ര വരിക? ബാക്കി 4 അല്ലേ? 24 മൊത്തം. 3d4 എന്ന് വന്നു. കണ്ടോ? ഇങ്ങനെ വന്നു 3d4. അപ്പോഴാണ് നമ്മളൊരു കാര്യം പഠിച്ചത് ഓർമ്മ വന്നത്. ഡി സബ്ഷെല്ലിന് ഒരു പ്രത്യേകത ഉണ്ട്. എന്താ പ്രത്യേകത? ഡി സബ്ഷെല്ലിന് പകുതി നിറയാനും അതേപോലെ തന്നെ മുഴുവൻ നിറയാനുള്ള ടെൻഡൻസി ഉണ്ട്. ഡിയിൽ എത്ര ഇലക്ട്രോണിനെ മൊത്തം കൊണ്ടാണ് നമ്മൾ പഠിച്ചത്? 10 അല്ലേ? പകുതി എന്ന് പറഞ്ഞാൽ എന്താ? ഡി 5. അതായത് ഡിയേക്കാളും എനർജി കുറച്ചുകൂടി കുറഞ്ഞിട്ടുള്ള സബ്ഷെല്ലിൽ നിന്ന് ഒരു ഇലക്ട്രോണിനെ കടം മേടിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നറിയോ? അത് പകുതി നിറയാനും മുഴുവൻ നിറയാനുള്ള ടെൻഡൻസി കാണിക്കും. അതിനേക്കാൾ എനർജി കുറവായിരിക്കാം ആരാ? 4s. ഇപ്പൊ ഇവിടുന്ന് ഒരു ഇലക്ട്രോൺ കടം മേടിക്കുക പറഞ്ഞാൽ നോക്കിയേ, ഇവിടുന്ന് ഒരു ഇലക്ട്രോൺ കിട്ടി ചാടി. അപ്പൊ എന്തായി മാറിയത്? 4s1, 3d5. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? നോക്കിയാ ഞാൻ പറഞ്ഞു ഇതിന് ഡി സബ്ഷെല്ലിന്റെ സ്വഭാവം ഉണ്ട്. എന്താ? പകുതി നിറയാനും, അതായത് ഹാഫ് ഫിൽഡ് ആവാനും, ഫുൾ ഫിൽഡ് അതായത് മുഴുവൻ നിറയാനുള്ള ടെൻഡൻസി ഉണ്ട്. അപ്പോൾ എങ്ങനെയെന്ന് അറിയാം? അതിനേക്കാൾ എനർജി കുറഞ്ഞിട്ടുള്ള സബ്ഷെല്ലിൽ നിന്ന് ഒരു ഇലക്ട്രോണിനെ കടം മേടിക്കും. ഇവിടുന്ന് കടം മേടിച്ചു, അതിനേക്കാൾ എനർജി കുറവാ 4s അല്ലേ? ആ 4s ഞാനൊരു ഇലക്ട്രോണിനെ കടം മേടിച്ചു. കണ്ടോ? 2 1 അങ്ങോട്ട് പോയി 5 ആയി. അപ്പോൾ 1 കുറവല്ലേ? 4s1, 3d5 കണ്ടോ?
ഈ 2 ഉള്ളത് 1 ആയി, 4 ഉള്ളത് 5 ആയി. കണ്ടോ 4s1 35. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം 1s2 2s2 2p6 3s2 3p6. കണ്ടോ? എന്നിട്ട് നമ്മൾ മാറ്റി എഴുതാൻ പോവാണ്. നമ്മൾ നേരത്തെ എഴുതിയ പോലെ എഴുതണ്ടേ? എങ്ങനെ എഴുതണം? ഇപ്പോഴത്തെ ടെക്സ്റ്റ് ബുക്കിൽ എങ്ങനെ ഉണ്ടാവുക? 1s2 2s2 2p6. പറയാ എല്ലാവരും, ഞാൻ പറഞ്ഞത് ശരിയല്ലേ? 3p6. കണ്ടോ? നോക്കിയാ നമ്മൾ ഡാഷ് ഇട്ടു. 4s1 ഇവിടെ നിന്ന് എഴുതി 3d5. ഓക്കെ, ഞാൻ ഒന്ന് വീണ്ടും പറയാട്ടാ, എല്ലാവരും ശ്രദ്ധിച്ചോളൂ. നോക്കാം, ഞാൻ ഒന്നുകൂടി പറയാം. ക്രോമിയത്തിന്റെ അറ്റോമിക് നമ്പർ 24 ആണ് അല്ലേ? നമ്മൾ സബ്ഷൻ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ പോവാണ്. ഓക്കെ, എഴുതാട്ടാ. ഒന്ന് എല്ലാവരും പറയാ 1s2. ഓക്കെ, എന്റെ ഒപ്പം റിപ്പീറ്റ് ചെയ്യാം എല്ലാവരും. 1s2 2s2 2p6 3s2 3p6. കണ്ടോ? 4s. നോക്കിയാ ഇവിടെ എല്ലാവരും നോക്കിയേ. ഇവിടെ ആദ്യം ഞാൻ സാധാരണ എന്താ എഴുതി? 4s2 എന്ന് എഴുതി, 3d4 എന്ന് എഴുതി അല്ലേ? എന്നിട്ട് എന്താ എഴുതി? ഇത് തെറ്റാ. എന്താ കാരണം തെറ്റാൻ കാരണം എന്താ? ഡി സബ്ഷനിന് സ്വഭാവം ഉണ്ട്, പകുതി നിറയാനും അതേപോലെ തന്നെ മുഴുവൻ നിറയാനുള്ള ടെൻഡൻസി, ഹാഫ് ഫിൽഡ് ആവാനും ഫുൾ ഫിൽഡ് ആവാനുള്ള ടെൻഡൻസി ആർക്കുണ്ട്? ഡി സബ്ഷനിലുണ്ട്. അപ്പോൾ ഡി സബ്ഷനിൽ എന്ത് ചെയ്തു എന്നറിയോ? തൻ്റെക്കാളും എനർജി കുറവ് അപ്പോൾ 3Dയേക്കാളും എനർജി കുറവാരാ? 4s അല്ലേ? അതെന്ത് ചെയ്യും? ഒരു ഇലക്ട്രോൺ നോക്കുക, 4s ഒരു ഇലക്ട്രോൺ കടം പഠിച്ചു. കണ്ടോ? അപ്പൊ നോക്കിയേ 4s1 3d5. കണ്ടോ? നോക്കിയാ 2 ഇലക്ട്രോൺ ഉള്ള സ്ഥലത്ത് ഇപ്പോൾ 1 ആയി മാറി, 4 ഉള്ള എന്തായി? 5 ആയി മാറി, 4s1 3d5 ആയി മാറി. ഇത് പണ്ട് നമ്മൾ എഴുതുന്ന മെത്തേഡ് നമ്മൾ മാറ്റി പിടിച്ചില്ലേ? ഇപ്പൊ എങ്ങനെ നമ്മൾ എഴുതുക? 1s2 2s2 2p6 3s2 3p6. നോക്കിയ ആ ഡാഷ് ഇട്ടു അല്ലേ? 3p6 ശേഷം ഡാഷ് ഇട്ടു, 4s1 എഴുതി. എന്നിട്ട് നോക്കിയാ ഈ ഇലക്ട്രോൺ ഇങ്ങോട്ട് പോയി, നോക്കിയാൽ 3d5 അങ്ങോട്ട് പോയി, ആ ഡാഷിലേക്ക് പോയി. ഓക്കെ അല്ലേ? പിന്നെ നമ്മൾ ഒരു മെത്തേഡ് കൂടി പഠിച്ചു. ഏതാ? നോബിൾ ഗ്യാസിന്റെ സഹായത്തോട് കൂടിയിട്ട് എങ്ങനെ എഴുതാം? നോബിൾ ഗ്യാസ് ഏതാ ഉപയോഗിക്കാറ്? ആർഗൺ അല്ലേ? ആർഗൺ. കാരണം ആർഗൺ നോക്കിയാ ഈ 24ന്റെ തൊട്ട് താഴെ കാണപ്പെടുന്ന അറ്റോമിക് നമ്പർ 24ന്റെ തൊട്ട് താഴെ കാണപ്പെടുന്ന നോബിൾ ഗ്യാസ് ആണ് അറ്റോമിക് നമ്പർ 18 ഉള്ള ആർഗൺ. അതുകൊണ്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. ആർഗൺ എടുത്തു, ആർഗൺ അറ്റോമിക് നമ്പർ 18 ആണ്. ബാക്കി എഴുതി 3d5 4s1. എല്ലാവർക്കും ഓക്കെ അല്ലേ? എല്ലാവരും നന്നായി പഠിച്ചിട്ടില്ലേ? എല്ലാവരും നന്നായി ശ്രദ്ധിച്ചില്ലേ? നോക്കുക, എല്ലാവരും നല്ല പോലെ ശ്രദ്ധിക്കുക. ഒരൊറ്റ പ്രാവശ്യം പഠിച്ചാൽ മതി. നല്ലപോലെ ശ്രദ്ധിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അടുത്തടുത്ത ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോൾ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റും. ക്രോമിയത്തിന്റെ അടുത്ത എലമെന്റ് ഏതാ? ക്രോമിയം കഴിഞ്ഞ ഏതാ അടുത്ത എലമെന്റ്? എല്ലാവരും എഴുതിയിരുത്തില്ല എല്ലാവരും? ഞാൻ അടുത്ത പേജിലേക്ക് പോട്ടെ. നോക്കുക, എല്ലാവരും ശ്രദ്ധിച്ചോളട്ടാ. ക്രോമിയത്തിന്റെ അടുത്ത് കഴിഞ്ഞു നോക്കുക. അടുത്താണ് മാംഗനീസ്, അറ്റോമിക് നമ്പർ 25. എല്ലാവരും ശ്രദ്ധിക്കുക. മാംഗനീസ് നോക്കിയേ, ഞാൻ എഴുതാൻ പോട്ടാ. നോക്കിയാ 1s2 2s2 2p6 3s2. നോക്കുക, 3s2 കഴിഞ്ഞാൽ അടുത്താരാ? 3p6. 3p6 കഴിഞ്ഞാൽ എന്താ? ഞാൻ മുൻപത്തെ ടെക്സ്റ്റ് ബുക്കിൽ എങ്ങനെ ഉണ്ടായിരുന്നത്? നോക്കിയാ 4s2. ഇപ്പൊ നോക്കിയേ 2 2 4 4 10 10 2 12 12 6 18 2 20 20 കഴിഞ്ഞാരാ? 3D പോയില്ലേ? 3d5. ഞാൻ പറഞ്ഞു നോക്കിയാ ഡിയിൽ 10 ഇലക്ട്രോൺ വരെ കൊള്ളും അല്ലേ മാക്സിമത്തില്? അപ്പൊ നോക്കിയാ എങ്ങനെ എഴുതി? ഇപ്പൊ നമ്മൾ അങ്ങനെ എഴുതാ, ഇങ്ങനെ നമ്മൾ എഴുതാ 1s2 2s2. എല്ലാവരും പഠിച്ചിട്ടുണ്ടാവും അല്ലേ? അല്ലേ? എല്ലാവരും പഠിച്ചില്ലേ? ഇപ്പൊ അങ്ങനെ എഴുതാന്ന് പഠിച്ചില്ലേ എല്ലാവരും? 2p6 3s2 3p6. അത് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്തു? ഡാഷ് ഇട്ടു. എന്നിട്ട് നമ്മൾ എന്ത് എഴുതി? 4s2 എഴുതി. എന്നിട്ട് എന്ത് ചെയ്തു? ആ ഡാഷിൽ എന്ത് എഴുതി? 3d5 എഴുതി. ഓക്കെ അല്ലേ? അല്ലേ? എഴുതിയില്ലേ എല്ലാവരും? നോക്കാം. ഇനി നമ്മൾ എന്ത് ചെയ്തു? നോക്കാം, ഇനി ഈ മെത്തേഡ് മാത്രം എഴുതിയാൽ മതി കേട്ടോ. അടുത്ത സ്റ്റെപ്പ് മുതൽ ഇത് എഴുതണ്ട കേട്ടോ. ഓക്കെ, അടുത്ത് നമുക്ക് എഴുതാം ആർഗൺ. ഇതൊരു ആർഗൺ ആയില്ലേ? ബാക്കി എഴുതാം എന്താ? 35 4s2. എല്ലാവരും നല്ലപോലെ ശ്രദ്ധിക്കുക. നോക്കുക, എല്ലാവർക്കും ഓക്കെ അല്ലേ? എല്ലാവർക്കും എഴുതാൻ കിട്ടുന്നില്ലേ? നോക്കാം, എല്ലാവരും നല്ലപോലെ ശ്രദ്ധിക്കൂ. നോക്കുക, ഓരോ സ്റ്റെപ്പും ഇങ്ങനെ എഴുതി 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 വരുമ്പോൾ നമുക്ക് എഴുതാൻ കിട്ടും നന്നായിട്ട്. പിന്നെ അടുത്ത എലമെന്റിലേക്ക് പോലെ അടുത്ത എലമെന്റ് ഏതാണെന്നറിയോ? അയൺ. എല്ലാവരും എഴുതിയിരുത്തില്ലേ? എല്ലാവരും എഴുതിയിരുത്താ? നോക്കാം, എന്തിനു സംശയം ചോദിക്കണ്ട, ചോദിക്കാൻ പഠിക്കരുത്. ഓക്കെ, അടുത്താണ് അയൺ, അറ്റോമിക് നമ്പർ 26. അപ്പൊ ഞാൻ രണ്ടാമത്തെ മെത്തേഡ് ആദ്യത്തെ മെത്തേഡ് ഒഴിവാക്കി അല്ലേ? അപ്പൊ എല്ലാവരും ഒന്ന് പറഞ്ഞേ, ഒന്ന് പറയാ 1s2. ഉറക്കെ ഉറക്കെ പറയൂ. ഓക്കെ, എനർജി ഇങ്ങോട്ട് വരട്ടങ്ങോട്ട്. യെസ്, 1s2 2s2 പറയണ മക്കളെ. 2p6. ഓക്കെ, അടുത്ത് നോക്കാം. 2p6 കഴിഞ്ഞാൽ എന്താ? 3s2. അത് കഴിഞ്ഞാൽ എന്താ വരിക? 3p6. അത് കഴിഞ്ഞ് നമ്മൾ എന്താ? നേരത്തെ ഞാൻ പറഞ്ഞു ആദ്യത്തെ സ്റ്റെപ്പും രണ്ടാമത്തെ സ്റ്റെപ്പും ഉണ്ടാ. നമുക്ക് ഇപ്പോഴത്തെ മോഡേൺ ടെക്സ്റ്റ് ബുക്കിൽ എഴുതുന്നത് മതി അല്ലേ?
നമ്മളെന്ത് ചെയ്തു? ഡാഷ് ഇട്ടു. എന്നിട്ട് എന്തെഴുതി 4s2. ബാക്കി എത്ര ഉണ്ടാവുക? 2 2 4, 4 6 10, 10 2 12, 12 6 18, 2 20 ആയില്ലേ? മൊത്തം 26 ഇലക്ട്രോൺ അല്ലേ ഉള്ള. ഇവിടെ 3D എത്ര ഇലക്ട്രോൺ ഉണ്ടാവും? ഇപ്പോൾ 3d6. എല്ലാവർക്കും ഓക്കെ അല്ലേ? തന്നെ ഉത്തരം തന്നെ പറയണേ. ഓക്കെ, ഉറക്കെ വിളിച്ചു പറയാം. അതന്നെ 6 ഇലക്ട്രോൺ തന്നെ. ഓക്കെ, കറക്റ്റ്. അപ്പൊ നമ്മളെന്താ നോബിൾ ഗ്യാസിന്റെ സഹായത്തോട് കൂടിയിട്ട് എങ്ങനെ എഴുതാ? ഒന്ന് എഴുതി എല്ലാവരും, പെട്ടെന്ന് എഴുതിയേ, പെട്ടെന്ന് എഴുത്. ഞാൻ വെയിറ്റ് ചെയ്യട്ടാ, പെട്ടെന്ന് എഴുത്. ഓക്കെ, എല്ലാവരും പെട്ടെന്ന് തന്നെ ഉത്തരം പറയട്ടെ. ആർഗൺ. ഓക്കെ, ആർഗൺ. ബാക്കി നോക്കാം നമുക്ക്. 3d6 4s2. സെറ്റ്. ഓക്കെ അല്ലേ? എഴുതിയില്ലേ? 26. ഓക്കെ, സെറ്റ് അല്ലേ? ഓക്കേണോ? അടുത്തത് അയൺ കഴിഞ്ഞ അടുത്ത എലമെന്റ് ഏതാ? പറഞ്ഞോ, അടുത്ത എലമെന്റ് ഏതാ? അയൺ കഴിഞ്ഞ അടുത്ത എലമെന്റ് ഏതാ? കൊബാൾട്ട്. അറ്റോമിക് നമ്പർ 27. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് സി ക്യാപിറ്റൽ ഓർ സ്മോൾ ലെറ്റർ എഴുതാൻ കേട്ടോ. രണ്ടും ക്യാപിറ്റൽ ലെറ്റർ വെച്ചാൽ നമ്മൾ എന്താ വിളിക്കുക? കാർബൺ മോണോക്സൈഡാ. ഇത് കൊബാൾട്ട്. ഇംഗ്ലീഷുകാർ സാധാരണ എന്താ വിളിക്കുന്നത് അറിയോ? കോബാൾട്ട്. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? കൊബാൾട്ട്. ഓക്കെ, ഞാൻ എഴുതാൻ പോട്ടാ. എങ്ങനെ? നമുക്ക് ഒരുമിച്ച് എഴുതാം. നിങ്ങൾ പറയും, ഞാൻ കേൾക്കാം. ഓക്കെ, നിങ്ങൾ പറഞ്ഞതിനനുസരിച്ച് ഞാൻ എഴുതാം. പറഞ്ഞോ. ഇതാ 1s2. ഓക്കെ, അടുത്ത 1s2 കഴിഞ്ഞതാ 2s2. പറഞ്ഞോ. അടുത്ത 2p6. ഓക്കെ, അടുത്ത് പറയെല്ലാരും 3s2. അതന്നെ. ഓക്കെ, ആരെ വേഗത്തിൽ എഴുതി നോക്കുക? 3p6. ഓക്കെ, റെഡി? പിക്ക് ചന്തം കുറവുണ്ടെന്നല്ലേ? ഓക്കെ, കറക്റ്റ്. 3p6. ഓക്കെ, അടുത്ത് എന്താ എഴുതാം? 3p6 കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്തു? ഡാഷ് ഇട്ടു. എന്ത് ചെയ്തു? 4s2. അപ്പൊ നമ്മൾ എന്നെ നോക്കിയില്ലേ? 2 2 4, 4 6 10, 10 2 12, 12 6 18, 2 20. 20 ബാക്കി 7 അല്ലേ? 3d7. ഇനി അടുത്ത വർഷം ഡാഷ് ഒന്നും ആവശ്യമില്ല, ഡയറക്റ്റ് എഴുതാം കേട്ടോ. അപ്പോൾ നമ്മൾ അടുത്ത എഴുതുമ്പോൾ എന്താ? ഓക്കെ, നോബിൾ ഗ്യാസിന്റെ സഹായത്തോടു കൂടി എഴുതല്ലേ? എന്താ? ആർഗൺ അല്ലേ? അവസാനത്തെ 2 ചേർത്ത് എഴുതി അല്ലേ? എന്താ? 3d7 4s2. കണ്ടോ? 27 കണ്ടില്ലേ? എല്ലാവരും എഴുതിയില്ലേ? എല്ലാവരും കോപ്പി അടിക്കുക. നോക്കി എഴുതിയെടുക്കട്ടെ. എല്ലാവരും നോക്കി എഴുതിയെടുക്കുക. എല്ലാവർക്കും എഴുതാൻ കിട്ടുന്നില്ലേ? ഓക്കെ അല്ലേ എല്ലാവർക്കും? ഓക്കെ, ഉഷാർ, സെറ്റ്. അടുത്ത് ഞാൻ പറയട്ടെ. അടുത്ത ആരാ? കോബാൾട്ട് കഴിഞ്ഞ ആരാ? കോബാൾട്ട് കഴിഞ്ഞ അടുത്ത എലമെന്റ് ഏതാ? കോബാൾട്ട് കഴിഞ്ഞാൽ പറഞ്ഞോ. കോബാൾട്ട് കഴിഞ്ഞ ആരാ? അടുത്ത് പറഞ്ഞോ. ഏതാ? കോബാൾട്ട് കഴിഞ്ഞാൽ നിക്കൽ. 22. അറ്റോമിക് നമ്പറൊക്കെ വെച്ച് പഠിക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ? നോക്കുക, പീരിയോഡിക് ടേബിള് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പീരിയോഡിക് ടേബിൾ നന്നായി പഠിക്കണം. അറ്റോമിക് നമ്പറൊക്കെ പഠിക്കണം. 21 മുതൽ 30 വരെ എല്ലാവരും പഠിക്കണം. പഠിച്ചാലേ പറ്റൂ. നോക്കാം, നമുക്ക് എങ്ങനെ എഴുതാം നോക്കാം. 1s2. എല്ലാവരും പറയട്ടോ. 2s2, 2p6, 3s2. പറഞ്ഞോ, എല്ലാവരും പറഞ്ഞു എൻ്റെ ഒപ്പം. ഓക്കെ, 3s2 കഴിഞ്ഞാരാ? 3p. ഇങ്ങനെ പറഞ്ഞ് പഠിച്ചില്ലേ നമ്മള്? 3p6. ഇനി നമ്മൾ ഡാഷ് ഇടേണ്ട ആവശ്യമില്ല. ഡാഷ് ഇടാതെ നമുക്ക് ഉത്തരം എഴുതാൻ പോവാണ് കേട്ടോ. എന്താ? 4s2. എണ്ണി നോക്കണം. ഇനി ബാക്കി 2 2 4, 4 6 10, 10 2 12, 6 18, 2 20. ബാക്കി ആരാ? 3d8. നമ്മൾ ഡാഷിന്റെ ആവശ്യമില്ല അല്ലേ? നമുക്ക് ഡാഷ് ഇടാതെ എഴുതി തുടങ്ങി. അടുത്ത് നോക്കാം. നോബിൾ ഗ്യാസ് സഹായത്താൽ ആർഗൺ. ഇതാകുമ്പോൾ എളുപ്പത്തിൽ എഴുതാൻ പറ്റില്ല. 28 ആകുമ്പോൾ ഞാൻ എഴുതി 3d8 4s2. 28. ഓക്കെ, സെറ്റ് അല്ലേ? അടുത്ത് പറയാം നമുക്ക്. നോക്കാം, അടുത്താണ് നമുക്ക് അടുത്ത എലമെന്റ് കോപ്പർ. ഒരു എക്സെപ്ഷൻ കേസ് ആയിട്ടുള്ള എലമെന്റ് ആണ്. പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ് കോപ്പറിന്റെ എഴുതാൻ. ഓക്കെ, അപ്പൊ നമുക്ക് കോപ്പറിനെ ഒന്ന് എഴുതാം. കുറച്ച് നീളത്തിൽ എഴുതാം. അപ്പൊ നമുക്ക് അടുത്ത പേജിലേക്ക് എടുക്കാം കേട്ടോ. നമുക്ക് കോപ്പർ അറ്റോമിക് നമ്പർ 29. എല്ലാവരും ശ്രദ്ധിച്ചോളൂ. 1s2, 2s2, 2p6, 3s2, 3p6. നോക്കുക, 3p6 കഴിഞ്ഞാൽ അടുത്താള് 3p6 കഴിഞ്ഞാൽ അടുത്ത ആരാ? 4s2 അല്ലേ? 4s2 എഴുതിയുടെ 3d എത്ര വരിക? 39. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ഓർത്തു. എന്താ നേരത്തെ പറഞ്ഞ കാര്യം? അതായത് ഡിസെപ്ഷനിന് ഒരു സ്വഭാവമുണ്ട്. പകുതി നിറയാനും അതേപോലെ തന്നെ മുഴുവൻ നിറയാനുള്ള ടെൻഡൻസി അല്ലേ? ആ പകുതി നിറയാനും അതേപോലെ തന്നെ മുഴുവൻ നിറയാനുള്ള ടെൻഡൻസി ഉണ്ട് അല്ലേ? അപ്പൊ നോക്കാം, D9 നോക്കിയ 10 ആവാനുള്ള ടെൻഡൻസി കാണിക്കില്ലേ? എവിടുന്ന ഇലക്ട്രോണെ കടം പിടിക്കുക? ഇവിടുന്നല്ലേ? ഇത് ഒരു ഇലക്ട്രോൺ ആവും. ആ ഇലക്ട്രോൺ ഇവിടെ നിന്ന് ചാടി. കണ്ടാ? അപ്പൊ നമ്മൾ അങ്ങനെ എഴുതാം. 1s2, 2s2, 2p6, 3s2, 3p6. കണ്ടോ? എന്താ എഴുതാം നമ്മള്? 3d10 4s1. ക്ലിയർ അല്ലേ?
മക്കളെ ഓക്കെ ഓക്കെ അല്ലേ എല്ലാവർക്കും? നോക്കിയാ കോപ്പറിനുണ്ട് ക്രോമിയത്തിനുണ്ട് ഈ സ്വഭാവം. പിന്നെ നമ്മൾ എന്താ ആരുടെ സഹായത്തോട് എഴുതാം? നോബിൾ ഗ്യാസിന്റെ സഹായത്തോടു കൂടി എഴുതാം അല്ലേ? ആർഗൺ 3d10 4s1 എഴുതിക്കൂടെ? ദെൻ ലാസ്റ്റ് എലമെന്റ് അതാരാ നോക്കുക? ലാസ്റ്റ് എലമെന്റ് ആരാ? ലാസ്റ്റ് എലമെന്റ് ഏതാ? സിംഗിളിലെ ആറ്റോമിക് നമ്പർ 30. ഞാൻ എഴുതി, എല്ലാവർക്കും എഴുതാം അല്ലെ? എല്ലാരും പെട്ടെന്ന് എഴുതിക്കോളാ. എന്റെ ഒപ്പം മത്സരിച്ച് എഴുതട്ടോ. അതന്നെ വേഗത്തിൽ, അതന്നെ വെരി ഗുഡ്, സൂപ്പർ സൂപ്പർ, അതന്നെ വേഗം പറയും വേഗം. യെസ് കറക്റ്റ് ആണ്. നോക്കിയാ എന്തെഴുതി? 3d10 എന്തെഴുതി? 4s2 കറക്റ്റ് തന്നെ, തന്നെ കറക്റ്റ്. ഓക്കെ, നോബിൾ ഗ്യാസ് സഹായത്തോടു കൂടി എങ്ങനെ എഴുതാം? ആർഗൺ 3d10 4s2. വെരി ഗുഡ്, സൂപ്പർ. നോക്കാം, ഇങ്ങനെയാണ് പിള്ളേരുണ്ട്. ഓക്കെ, ദെൻ മക്കളെ ഇന്നത്തെ സബ്സ്റ്റൻഷ്യൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എല്ലാവരും പഠിച്ചു ഞാൻ വിചാരിക്കുന്നു. ഇന്നത്തെ ക്ലാസ് ഞാൻ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ.